ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ആൻഡ്രോയിഡും അതുപോലെ തന്നെ ഫോണിൽ ഉപയോഗിക്കുന്ന ഏതൊരു ആപ്പ് നമുക്ക് ലാപ്പിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളൊരു ഗെയിം കളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പബ്ജി, അതുപോലെ ഫ്രീ ഫയർ അങ്ങനെ ആൻഡ്രോയിഡിലെ ഗെയിംസ് എല്ലാം നമുക്ക് ലാപ്പിൽ കളിക്കാൻ സാധിക്കുന്നതാണ്. ഒരു ആപ്പുണ്ട്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട് അത് നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നത്. ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാതെ ലൈക്ക് ഷെയർ ചെയ്യാൻ കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ ഉള്ള ഏത് പ്ലേ സ്റ്റോറിലുള്ള ആപ്പുകളും അതുപോലെ തന്നെ ഏത് ഗെയിംസും എന്തും നമുക്ക് ലാപ്പിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ ലാപ്പിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഗൂഗിൾ വഴി നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഗൂഗിൾ വഴി ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനാൽ ഒരു ആപ്പുണ്ട്, ആപ്പിനാണ് ഞാൻ ഈ പരിചയപ്പെടുത്തുന്നത്. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കിയതിന് ശേഷം BlueStacks ഡൗൺലോഡ് വിൻഡോസ് 10 നമുക്ക് ടൈപ്പ് ചെയ്തിന് കൊടുക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റായ നമുക്കിത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയി വരുന്നത്. ആ സൈറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് പറയുന്നുണ്ട്. നമ്മൾ ഏതൊക്കെ സിസ്റ്റത്തിലാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്, എന്തൊക്കെയായിരിക്കും അതിൻ്റെ റാമും റോമും അതുപോലെ OSും പ്രോസസ്സറും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഒരു ഡെമോ ആയിട്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇത് ഒരു മിനി ആയിട്ടായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതിൻ്റെ ഫയലായിരിക്കും പിന്നെ നമ്മൾ അത് അടുത്തായിരിക്കും ഇൻസ്റ്റാൾ ചെയ്യുന്നത്. 300 MB ആയിരിക്കും അറ്റ്ലീസ്റ്റ് വരുന്നത്. അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് BlueStacks ഉണ്ട്, ഇതേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാളിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നത് ഒരു KB ആയിരിക്കും. ഓക്കെ, ആ KB കയറി കഴിഞ്ഞിട്ടായിരിക്കും ഫയൽ എക്സ്ട്രാക്ട് ചെയ്തായിരിക്കും നമ്മൾ അത് ഇൻസ്റ്റാൾ ആക്കാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ എങ്ങനെയാണെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ BlueStacks ഡൗൺലോഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിലുള്ള പ്ലേ സ്റ്റോർ അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ സിസ്റ്റത്തിൽ കിട്ടുന്നത്. BlueStacks വഴി ആയിരിക്കും അത് ഓപ്പൺ ആയി നമുക്ക് ഏത് ഫോണിലുള്ള പ്ലേ സ്റ്റോറിലെ ആപ്സും നമുക്ക് അതിനകത്തുനിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഗെയിംസ് കളിക്കുന്നവരാണെങ്കിൽ പബ്ജി അതുപോലെ ഫ്രീ ഫയർ ഏത് ഗെയിംസും നമുക്ക് അതിനകത്ത് സപ്പോർട്ടായി കളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏത് ആപ്സും നമുക്ക് അതിനകത്ത് സപ്പോർട്ട് ആവുന്നതുമാണ്. ഇതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, കമൻറ്റ് ബോക്സിലും കൊടുക്കാം. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാൾ ആയി കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇതായിരിക്കും വരുന്നത്, BlueStacks ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞാൽ ഇത് നമുക്കൊന്ന് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ്. അതിനുശേഷം ഇവിടെ റൺ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. റൺ എന്നുള്ള ഓപ്ഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് AS ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതിന് നിങ്ങൾ AS എന്ന് ക്ലിക്ക് ചെയ്യുക. AS എന്ന് ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇൻ്റർഫേസ് നമ്മൾ ലോഞ്ച് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ഞാനിത് BlueStacks ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ലോഞ്ച് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഒരു 300 MB ഒരു ഇൻസ്റ്റാളേഷൻ ഉണ്ട് ഈ BlueStacks ഓപ്പൺ ആവുന്നതിന് മുമ്പ്. അപ്പോൾ അതൊന്ന് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ ശേഷമേ BlueStacks ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്നതായിരിക്കും. ഇൻസ്റ്റാൾ കഴിയും. ഇതാണ് BlueStacks. ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഒന്ന് BlueStacks മൾട്ടി ഇൻസ്റ്റാളറും ഒന്ന് BlueStacks ആയിരിക്കും. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് വേർഷനാണ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്നത്. BlueStacks 5 ആയിരിക്കും. ആ ലിങ്ക് ആയിരിക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഈ BlueStacks ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ പ്ലേ സ്റ്റോറിനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇത് നമുക്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കാവുന്നതാണ്. ഗെയിം കളിക്കുന്നവരാണെങ്കിൽ ഇവിടെ ആയിരിക്കും അതിൻ്റെ മെനൂസ് കിടക്കുന്നത്. ഇതൊക്കെ ആയിരിക്കും നമ്മുടെ കൺട്രോൾസും സെറ്റിംഗ്സ്. ഓക്കെ, ഇത് നമ്മുടെ പ്ലേ സ്റ്റോർ വന്നിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ നമുക്ക് ഇതാണോ സെർച്ച് ചെയ്യേണ്ടത്, പബ്ജി ഇവിടെ വന്നിട്ടുണ്ട്. പ്ലേ സ്റ്റോറിലുള്ള ഏത് ഗെയിംസും നമുക്ക് ഇതിനകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കളിക്കാവുന്നതാണ്. അതുപോലെ ഏത് ആപ്സ് വേണമെങ്കിലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് BlueStacks ഡൗൺലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കുക. അതോടൊപ്പം മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ല. അടുത്ത ദിവസം അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി കാണാം.